വൈജ വന്നിട്ട് ഏകദേശം 2 ദിവസം ആവുന്നുണ്ട്. വീട്ടില് അടിയും ബഹളവും വഴക്കൊക്കെ ഓരോ വഴിക്ക് നടക്കാണ്. വാക്കുവാദങ്ങളും പോർവിളികളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വൈജ അലീനോട് ഭയങ്കര കട്ട കലിപ്പിൽ നിൽക്കാണ്. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി വൈജ മാക്സിമം പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈജ ബബിതയുടെ മുറിയിലേക്ക് ചെല്ലാണ്. ഈ സമയം ബബിതയുടെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. വൈജ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏത് സമയം ഇത് മാത്രമേ ഉള്ളോ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഇതേ കൃഷ്ണമോള് തന്നെ സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ, പിന്നെ നിനക്ക് പോയാൽ എന്താ കുഴപ്പം? അമ്മേ, ഞാൻ അവളെ പോലെ സ്കൂളിലല്ല കോളേജിലാണ് പോണത്. രഞ്ജു പോലും ആ ഹോസ്റ്റലിലുള്ളവരുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ തിരിച്ചു പോരുമെന്ന് പറഞ്ഞു. കോളേജിലേക്കൊക്കെ പോയുള്ള അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഞാൻ പറഞ്ഞുകൊണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കളിയാക്കി ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കും. വെറുതെ എനിക്ക് വയ്യ നാണം കിടാൻ. എടി, നിന്റെ ചേട്ടനതിന് തെറ്റ് ചെയ്തിട്ടില്ലായെന്ന് നീ ഇപ്പൊ തിരിച്ചറിഞ്ഞല്ലോ. അത് വാർത്തയിലും ബാക്കി എല്ലാത്തിലും വന്നില്ലേ? പിന്നെന്താ പ്രശ്നം? അമ്മേ, ചേട്ടൻ പിടിക്കപ്പെട്ടെന്നുള്ള വാർത്തയെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ വെറുതെ വിട്ടെന്നുള്ള വാർത്തയെ ഒരു പത്രത്തിന്റെ ഒരു കോണിൽ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും അതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു മടുക്കും. എന്തായാലും ഈ വർഷം ഞാൻ കോളേജിലേക്കില്ല. പിന്നെ എന്താണ് നിന്റെ പ്ലാൻ? പഠിക്കാനൊന്നും പോകണ്ടേ? ഇനിയും 2-3 മാസമുണ്ട് കോളേജ് അടയ്ക്കാനായിട്ട്. അത്രയും സമയം വെറുതെ കളയണോ? ഈ ഒരു വർഷം നിന്റെ പോയില്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, ഒരു വർഷം വെറുതെ പോലെ സാരില്ല. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. അത് മാത്രമല്ല, ഇനി നെക്സ്റ്റ് ഇയർ ഞാൻ പുതിയൊരു കോളേജിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയല്ല, ദൂരെ എങ്ങോട്ടെങ്കിലും. കാരണം ഞാൻ രോഹിത്തിന്റെ പെങ്ങളാണെന്നുള്ള കാര്യം ആരും അറിയണ്ട. അങ്ങനെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി പഠിക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു വർഷം നീ വെറുതെ കളയാൻ പോവാണോ? അല്ലാണ്ട് പിന്നെ ഞാൻ പോയി നാണം കണ്ടെന്നാണോ അമ്മ പറഞ്ഞത്? കൃഷ്ണയ്ക്ക് പോകാം, അവൾ സ്കൂളിലാ. ടീച്ചേഴ്സിൻ്റെ ഒരു കൺട്രോള് എപ്പോഴും കാണും. പിന്നെ അവളിപ്പോൾ എല്ലാവരോടും പറഞ്ഞു തർക്കിച്ച് നിൽക്കാനൊക്കെ ആ അലീന പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കാണ്. ദേ, നമ്മൾ സംസാരിക്കുമ്പോൾ ആ നഷ്ടവളുടെ പേര് ഇടയ്ക്ക് കൊണ്ടുവരണ്ട. എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നവള് പറയാണ്. നീ അങ്ങനെ പറയണ്ട എന്നും പറഞ്ഞ് വൈജ ദേഷ്യപ്പെടാണ്. വൈജി ചോദിക്കാണ്, എൻ്റെ മുറി നീ മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അതുപോലെ തന്നെയാണല്ലോ ഇവിടെ കാണാൻ. നിനക്ക് നാണമില്ലേ? നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നിന്റെ മുറിയെങ്കിലും നിനക്കൊന്ന് ഒതുക്കിയിട്ടൂടെ? ഈ വീട്ടിൽ നിനക്ക് വേറെ എന്താ പണി? നേരം വെളുത്ത് വയ്യോളം ഈ മുറിക്കകത്തന്നെയല്ലേ ഫോണ് എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും ഫോൺ കയ്യിലിരുന്നിട്ടാണോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീ എന്നെ വിളിക്കുപോലും ചെയ്യാഞ്ഞത്? പിന്നെ നിനക്ക് ഫോണകത്ത് എന്താടി പണി എന്ന് ചോദിക്കാണ്. അമ്മേ, അത് പിന്നെ അസൈൻമെന്റ്സും മാർക്കും ഒക്കെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാം പഠിക്കുന്നുണ്ട്, ചുമ്മാ ഇരിക്കുന്നതല്ല. നെക്സ്റ്റ് ഇയറിലപ്പോൾ എനിക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാലോ. പിന്നെ പഠിക്കുന്ന ഒരാൾ എനിക്കറിയാലോ. എന്ത് മണമാണ് ഇതിനകത്തൊക്കെ. ബാത്റൂമിനകത്തൊക്കെ എന്തൊരു സ്മെല്ലാ. നിനക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടൂടെ എന്ന് ചോദിക്കാണ്. ഞാൻ അവളോട് പറയാം. ആരോട്? ആ അലീനയോട്. ഡി, മര്യാദയ്ക്ക് മൊത്തം വൃത്തിയാക്കി ഇവിടെ ക്ലീൻ ചെയ്തിട്ടേക്കണം, മനസ്സിലായല്ലോ? ശരി എന്ന് പറയാണ്. പിന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ അലീന നിങ്ങളുടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമുണ്ടോ? അമ്മേ, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? മിനിയാന്ന് തന്നെ രോഹിതനോട് പറയുന്നത് കേട്ടു. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാ. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് നോക്കാനായിട്ട്. പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അത് മാത്രമല്ല, അങ്കിളുമാരെ കണ്ടല്ലോ. അങ്കിളുമാർക്ക് ഇപ്പം നല്ല വിശ്വാസമാണ്. അലീനയെ ഞങ്ങളെക്കാട്ടിലും ഇഷ്ടമാണ്. പിന്നെ മനുവേട്ടൻ്റെ കാര്യം പറയണ്ട. മനുവേട്ടനിടയ്ക്ക് പറഞ്ഞു അവളോടുള്ള ഇഷ്ടം നിങ്ങളോടുള്ളത് പോലെ അല്ലാന്ന്. അതിനർത്ഥം എന്താണെന്ന് അമ്മയ്ക്ക് ഊഹിക്കാമല്ലോ. മനുവേട്ടനെ അവളെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മനുവോ? അതെ അമ്മേ, അത് തന്നെ. മനുവേട്ടന് അവളെ ഇഷ്ടാ. അവൾക്ക് തിരിച്ചു അങ്ങോട്ട് അങ്ങനെ തന്നെയാ. രണ്ടുപേരും ഇവിടെ വരുമ്പോഴേ കൊഞ്ചു കുഴന്നൊക്കെ കാണുന്നുണ്ട് എന്ന് പറയാണ്. കൃഷ്ണമോളും അത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടമ്മേ, കൃഷ്ണമോളും വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും ഈ അലീന അച്ഛൻ്റെ മകൾ തന്നെ ആയിരിക്കോ? അല്ലമ്മേ, അമ്മ പറഞ്ഞിട്ടില്ലേ പണ്ട് കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു എന്ന്? നിങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാന്ന്. പിന്നെ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്? അത് പിന്നെ ഞാൻ ആഗ്രയിലേക്ക് പോയ 2 വർഷം. ആ സമയത്ത് ആ ബാലേന്ദ്രൻ അന്ന് ഗൾഫിലായിരുന്നു. ആ സമയത്ത് മാത്രമേ 2 വർഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ആ സമയത്തായിരിക്കും ഏതോളുടെ പേടിച്ചവളുടെ കൂടെ പോയത് എന്ന് പറയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ലേ? ഞാൻ അങ്ങനെ അറിയാനാ? ഞാനന്ന് ആഗ്രയിലല്ലായിരുന്നോ? ഇയാളെവിടെയും തിരിച്ചു വന്നപ്പോൾ എന്നെ വന്ന് പെണ്ണ് ചോദിച്ചു. നിന്റെ മുത്തശ്ശനും നിന്റെ അമ്മാമാരും കൂടി ചേർന്ന് എനിക്ക് വിവാഹം നടത്തി വെച്ചു. അതേ ഉള്ളു സംഭവം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവും യാതൊരു റിലേഷൻഷിപ്പും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മ ഇഷ്ടത്തിലാണോ വിവാഹം കഴിച്ചത്? അങ്ങനെ പറയാം. എൻ്റെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകനല്ലായിരുന്നോ? ഇപ്പം എന്നിട്ട് പണവും പ്രതാപമായപ്പോൾ ബാലേന്ദ്രൻ എന്താ വലിയ സംഭവമാണെന്നാണ് അയാളുടെ വിചാരം. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അത് അമ്മയുടെ ഭർത്താവല്ലേ, ഞങ്ങളുടെ അച്ഛനല്ലേ. അപ്പം അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്?
അച്ഛൻ എന്ത് കുറവ് അമ്മയ്ക്ക് വരച്ചിട്ടുള്ളത്? ഈ വീടും ഈ സ്വത്തും എല്ലാം നമുക്ക് നൽകിയില്ലേ? നമുക്ക് എന്തിന്റെ കുറവാണുള്ളത്? നീയും കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നിന്റെ ഫോണിൽ കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, ഫോണൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാ, അതിലേക്ക് ആവശ്യമില്ലാതെ അമ്മ തലകെടുത്തരുത് എന്ന് പറയുമ്പോൾ എന്താടി തള്ളി ചേർത്ത പേഴ്സണൽ? ഇന്നലെ ചെന്നപ്പോൾ രോഹിതം പറഞ്ഞു കേട്ടു, ഞാൻ നല്ലൊരു അമ്മയാണോ, ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. അതുകൊണ്ടേ ഇനി മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചേർത്താനാ എൻ്റെ തീരുമാനം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോണിങ്ങിതാ. അമ്മയുടെ കാര്യം നോക്കി അമ്മ പോവാൻ നോക്ക്, ഫോൺ ഞാൻ തരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവള് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഡീന്ന് വൈജി പുറകെ വിളിക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വൈജി കുറേ നേരം അവിടെ ഇരുന്നിട്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും അലീന അടുക്കളയുടെ വായിൽ നിന്നോണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീന പറയാണ്, മേഡം ഞാൻ പറഞ്ഞ കേൾക്കാൻ കൂട്ടാക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലും മേഡത്തിന് ദേഷ്യ. പക്ഷേ ബബിതയുടെ പോക്ക് ഇപ്പോൾ ശരിയല്ല. ബബിതയ്ക്ക് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പില്ല. പക്ഷെ ആ പയ്യന്റെ സ്വഭാവം തീരെ ശരിയല്ല. എനിക്കും കൃഷ്ണമോക്കും ഒക്കെ അത് നന്നായിട്ട് അറിയാം. അവൻ പലതവണ ഈ വീട്ടിൽ വന്നിട്ടുമുണ്ട്, ഇവര് പലതവണ പുറത്തേക്ക് പോയിട്ടുമുണ്ട്. അന്നൊക്കെ തന്നെ ഇവര് മോശമായ രീതിയിലാണ് കാണുന്നതും. മേഡം ഒരമ്മയല്ലേ, അമ്മയോടല്ലേ എനിക്ക് പറയാനാവുള്ളൂ. സാറിനോടോ അച്ഛനോടോ പോയിട്ട് എനിക്കിത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മേഡം എങ്ങനെയെങ്കിലും ഈ കാര്യം കൈകാര്യം ചെയ്തില്ലെങ്കിലേ ബബിത നമ്മുടെ കൈവിട്ട് പോകും. അപ്പോഴേക്കും വായിച്ച് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടി അതെന്റെ മോളാ, അവൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിന്നെ പോലെ വഴിപിഴച്ചവളല്ല, അതോർത്താ നിനക്ക് കൊള്ളാം. ഏതോ പിഴച്ചവളുടെ മകളാ നീ, ആ ഒരു ഓർമ്മ നിനക്ക് വേണം. എന്നിട്ടാണോടി നീ എൻ്റെ മകളെ കുറ്റം പറഞ്ഞത്? അവൾ എങ്ങനെ ജീവിക്കുന്നൊക്കെ എനിക്കറിയാം. അവൾ അങ്ങനെ വഴിപിഴച്ച് പോവില്ല എന്ന് പറയുമ്പം മേഡത്തിന്റെ വിശ്വാസം എന്താണോ അത് മേഡത്തിന് കൊള്ളാം. പക്ഷേ എൻ്റെ അമ്മ വഴിപഴച്ചോളാണോ അല്ലയോ എന്ന് പറയേണ്ട അവകാശമൊന്നും മേഡത്തിനില്ല. അത് മേഡത്തിന് തന്നെ അറിയാം. എന്താണ് നീ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനേ പിഴച്ചോളല്ല എന്ന് പറയായിരുന്നു. മേഡത്തിന്റെ മകളുടെ കാര്യം മേഡം ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ കാര്യം ശ്രദ്ധിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോകുമ്പം വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണമോളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് വൈജ. അപ്പോൾ കൃഷ്ണ അവിടെ ഇരുന്ന് പഠിക്കായിരിക്കും. അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവൾ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ആഹാ, അമ്മയോ, കയറി വാമേ വന്നിരിക്ക് എന്ന് പറയാണ്. എടി, ഇവിടെ ഞാനൊരാളുണ്ട്, നിനക്കൊന്ന് എൻ്റെ അരികിലൊന്ന് ഇരുന്നാൽ എന്താ പ്രശ്നം? ഒന്ന് സംസാരിച്ചാൽ എന്താ പ്രശ്നം? രോഹിത്തിൻ്റെ മുറിയിലേക്ക് ഞാൻ പോകണം, ബബിതയുടെ മുറിയിലേക്കും ഞാൻ ചെല്ലണം, നിന്റെ മുറിയിലേക്കും ഞാൻ തന്നെ വരണോ അല്ലേടി എന്ന് ചോദിക്കാണ്. അമ്മേ, അതുകൊണ്ടല്ല, എനിക്കിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. നാളെ എനിക്ക് പരീക്ഷയാ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. നാളെ മാത്സിന്റെ പരീക്ഷയാ, അമ്മയ്ക്ക് അറിയാലോ, എനിക്ക് നല്ല ടഫാ. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കയറിയതാ, പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിനിടയിൽ നിനക്കെന്നെ ഒന്ന് കാണാമല്ലോ. അല്ലേലും അമ്മയ്ക്ക് പണ്ടേ അങ്ങനൊന്നും ഇല്ലല്ലോ. അമ്മ ഞങ്ങളെ അന്വേഷിക്കാറ് പോലുമില്ല. എവിടെയാ എന്താ ഒന്നുമില്ല. ജോലിക്ക് പോയിട്ട് വന്നാ കുളിയും കഴിഞ്ഞ് അമ്മയുടെ കാര്യത്തിന് കയറും. പിന്നെ എപ്പോഴാ അമ്മയ്ക്ക് ഞങ്ങളെ നോക്കാൻ സമയം എന്ന് ചോദിക്കാണ്. അതൊക്കെ പോട്ടെ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. അല്ല, ബബിതയ്ക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധോ? അമ്മ എന്താ ഉദ്ദേശിച്ചത്? എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? ബബിതയ്ക്ക് ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും പ്രേമോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചത്. ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് സ്വന്തം മക്കളുടെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. നീ കൂടുതൽ വാചടിക്കാതെ കാര്യം പറ. ബബിതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്നോ എന്തൊരു ചോദ്യം അമ്മ ചോദിക്കുന്നേ? ഒരു മുടിയനാ, ഒരു സൈക്കോ. കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട്. അവനെ കണ്ടാൽ തന്നെ അറിയാം. അവൻ്റെ പേര് അമലെന്നാ. അമലോ? ചേച്ചിയുടെ കോളേജിലെങ്ങാനുള്ളാന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞതേ അവൻ പക്കാ ഫ്രോഡാണെന്നാ. കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട്. അങ്ങനത്തെ കൂടെയാ ചേച്ചി റിലേഷൻഷിപ്പ്. നീ പിന്നെന്താ ഇതിനെക്കുറിച്ച് ഞാൻ പറയാതിരുന്നത്? അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ തീരെ താല്പര്യമില്ലല്ലോ. എങ്ങനെ ഒരാളുടെ അടിയുണ്ടാക്കാം? അല്ലി ചേച്ചിനെ എങ്ങനെ പറഞ്ഞയക്കാം? വൈജി എന്നാൽ എങ്ങനെയാണ് ഭയങ്കര സംഭവമാക്കാന്നൊക്കെ അമ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ അമ്മയ്ക്ക് എവിടുന്നാ സമയം? നിന്നോട് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ. അവളും അവനുമായിട്ട് ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ? എൻ്റെ അമ്മേ, ഇത് വലിയ പ്രേമോ റിലേഷൻഷിപ്പോ ഒന്നും അല്ല. അവന് ആ കാര്യം കാണാൻ വേണ്ടി ചേച്ചിയുടെ പിന്നാലെ നടക്കുക. ഞാൻ ചേച്ചിയുടെ പറഞ്ഞു ആ മുടിയും തേച്ചിട്ട് പോകും, വെറുതെ ഇങ്ങനെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി കേൾക്കണ്ടേ? ചേച്ചി എന്തോ ദിവ്യ പ്രണയാണെന്ന് കരുതി കാത്തിരിക്കുക. അവൻ അങ്ങനൊന്നും ഇല്ല. അവനത് കൂടാതെ വേറെ ഉണ്ട് പെൺപിള്ളേര്.
അല്ല, ഈ വീട്ടിൽ അവൻ വന്നിട്ടുണ്ടോ? പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ് അന്ന് വഴക്കൊക്കെ ഉണ്ടായത് അമ്മ ഓർക്കുന്നില്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ അമ്മ ഹോസ്പിറ്റലിൽ, അച്ഛൻ ഹോസ്പിറ്റലിൽ, ഞാൻ സ്കൂളിലേക്കും പോയ സമയത്തെ ചേച്ചി ഇവിടെ അവനെ വിളിച്ച് വരുത്തിയിരുന്നു, ആ മുടിയനെ. അന്ന് അലിന ചേച്ചിയാ കണ്ടുപിടിച്ചത്. അങ്ങനെ ചൂലും കൊണ്ടെറിഞ്ഞ് അവനെ ഓടിക്കായിരുന്നു. രണ്ടുപേരും വന്നപ്പോഴേ ഒരേ മുറി താമസിക്കുകയായിരുന്നു. അമ്മയ്ക്കത് അറിയോ? അത് മാത്രമല്ല, പല പല സ്ഥലങ്ങളിലും ഇവർ പോയി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. പല ഹോസ്റ്റലിലും ഒരു മുറിയിലൊക്കെ ഇവർ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് വൈജി ആകെപ്പാടെ ഞെട്ടി വിറയ്ക്കാണ്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കെന്നല്ല, ഇവിടെ മനുവേട്ടനറിയാം, അല്ല ചേച്ചിക്ക് അറിയാം, എനിക്കും അറിയാം. പിന്നെ പറഞ്ഞിട്ടെന്താ പ്രയോജനം? അമ്മയോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അല്ല ചേച്ചിനെ അങ്ങനെ പുറത്താക്കുമെന്ന് കരുതി അമ്മയോടെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അതിനിടയ്ക്ക് എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞങ്ങളും കരുതി. എന്നും വെച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ? ഞാൻ അവളുടെ അമ്മയല്ലേ? ആ ഒരു ബോധം അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം നീ എന്താടി, കുറെ നേരമായല്ലോ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. അല്ല ബബിത, വേറെന്തെങ്കിലും? വേറെ എന്താ, ഇതുപോലെ അമ്മേ, വേറെന്ത് കാര്യമാണ് അമ്മയ്ക്ക് കേൾക്കേണ്ടത്? ഇവിടെ നിന്ന് അമ്മയെ കാണാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കാണാന്നൊക്കെ പറഞ്ഞിറങ്ങുന്നതേ അവൻ്റെ കൂടെ പോവാനാ, ആ മുടിയൻ്റെ കൂടെ. അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? ഹരിയുടെ കാര്യം. എന്ത്? അത് വലിയ സംഭവമാണ്. അന്നമ്മ ഹോസ്പിറ്റലിൽ പോയ സമയത്തെ ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ചേച്ചിയും ചേട്ടനും കൂടി വഴക്കുണ്ടാക്കി പോയത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഈ മുടിയനെ കാണാൻ വേണ്ടിയേ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഹരിയേട്ടൻ അവരുടെ പിന്നാലെ പോയി അവരുടെ വീഡിയോ എടുത്തു. അതും കൊണ്ട് വന്ന് ചേച്ചിയെ ഭീഷണിപ്പെടുത്തി. എന്തിനാന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ചേച്ചി അയാൾക്ക് വഴങ്ങി കൊടുക്കാനായിട്ട്. ഇത് കേട്ട് വൈജി ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഹരിയേട്ടന് മുമ്പിൽ ചേച്ചി വഴങ്ങാത്തതിന് ചേച്ചി ആ ഫോണും മേടിച്ചുകൊണ്ട് ഓടി. അവിടെ കൊണ്ടുവന്ന് അരകയിൽ ഇടിച്ചു പൊട്ടിച്ചു. ഈ സംഭവമൊക്കെ വലിയ വിഷയമായതാ. അമ്മയോടെ ഹോസ്പിറ്റലായതുകൊണ്ട് ആരും പറയാതിരുന്നതാ. അങ്ങനെ ആ ഹരിയേട്ടൻ്റെ ഫോണിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഹരിയേട്ടൻ ആ ഒരു വീഡിയോ വേറൊരു ഫ്രണ്ടിൻ്റെ ഫോണിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവന്മാരാ ഇപ്പം ജയിലിലുള്ളത്. ആ ജയിലിൽ വെച്ച് തന്നെ ഹരിയോട് ഈ കാര്യങ്ങളെല്ലാം പോലീസുകാർ ചോദിക്കുകയും ഇടിച്ച് സത്യം പറയിക്കുകയും ചെയ്തു. നമ്മുടെ ബബിതേച്ചോട് പോലും ഹരിയേട്ടൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? പോലീസുകാർക്ക് അതും ഒരു തെളിവായിരുന്നു. ആ സമയത്താ ഹരിയേട്ടൻ അലിന ചേച്ചിയെ ഉപദ്രവിച്ച കാര്യവും പറഞ്ഞത്. അങ്ങനെയാ അലിന ചേച്ചിനെ അന്ന് ജയിലിലേക്ക് വിളിപ്പിച്ചതും സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവൻ നിർത്തിയതും. ആ വീഡിയോ ഇപ്പോഴും ഏതോ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് ഉണ്ടെന്നാ പറച്ചില്. ചേച്ചിക്കാവുന്നും ഒരു കാര്യമില്ല. ചേച്ചി എപ്പോഴും ഫോണും ചൂണ്ടി ആ മുടിയൻ്റെ കൂടെ കറക്കാണ് പണി. ഇനിയെങ്കിലും അമ്മ ഒന്ന് ശ്രദ്ധിച്ചാലേ കൊള്ളാം. അല്ലെങ്കിലേ മോക്കും ആ അബദ്ധം പറ്റും. മോക്ക് എന്തബദ്ധം പറ്റുമെന്ന് അല്ല, ഞാൻ പൊതുവെ പറയായിരുന്നു. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചാടും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പിന്നെ ജീവിതം തന്നെ അവസാനിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ കൃഷ്ണ പെട്ടെന്ന് മാറ്റി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. വൈജ അവിടെ നിന്നിങ്ങനെ എഴുന്നേക്കാണ്. എന്നിട്ട് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, അല്ല ബബിതയ്ക്ക് എന്തെങ്കിലും ശാരീരികമായ മാറ്റം വല്ലതും നിനക്ക് തോന്നിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ. പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ നല്ല ക്ലെവർ അല്ലേ? ചേച്ചിയും അങ്ങനെ ആയിരിക്കും. അബദ്ധം പറ്റതൊക്കെ നോക്കാനേ ചേച്ചിക്ക് അറിയായിരിക്കും എന്ന് പറയുമ്പം കൊച്ചുകുട്ടിയായ കൃഷ്ണയുടെ വായിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കേൾക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം തൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ബബിത ഈ രീതിയിലേക്ക് മാറിപ്പോയെന്ന് ഓർക്കുമ്പം വൈജയ്ക്കും നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. തൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് തൻ്റെ പെൺമക്കളും അതുപോലെ തൻ്റെ മോനുമൊക്കെ വഴിപിടിച്ച് നടക്കുന്ന ഓർത്തിട്ട് വൈജയ്ക്ക് ആകെപ്പാടെ വിഷമമാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, അമ്മയുടെ മനസ്സിലിപ്പോൾ എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ പറയട്ടെ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് അമ്മയ്ക്കൊരു ഷോക്കായി കാണും. പക്ഷെങ്കിൽ എല്ലാം ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നുണ്ടമ്മേ. എന്തായാലും ചേച്ചിയെപ്പോലും ചേട്ടനെ പോലെ ഞാൻ വഴിപിടിച്ച് പോയില്ല. അതിനൊക്കെ കാരണക്കാരി അമ്മ ഒറ്റയൊരുത്ത് തന്നെയാ. ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുള്ളൂ. അമ്മയല്ലേ അവർ അമ്മ. അവർ വഴിപിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അതാദ്യം മനസ്സിലാക്കേണ്ടത് അമ്മയാ. രോഹിയേട്ടൻ്റെ കാര്യമില്ലെങ്കിലും ചേച്ചിയുടെ കാര്യത്തിലെങ്കിലും അമ്മയ്ക്കൊരു കണ്ണ് വേണമായിരുന്നു. അതുപോലും ഇല്ല. അമ്മയ്ക്ക് എപ്പോഴും വൈജ എന്നുള്ള ഒറ്റ ചിന്തയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബബിതേച്ചിനെ സൂക്ഷിച്ചാലേ അമ്മയ്ക്ക് കൊള്ളാം. പിന്നെ പണ്ട് ഹരിയേട്ടൻ എൻ്റെ അടുത്തും മോശമായി പെരുമാറുമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. ഹരിയേട്ടൻ ലോകം പോയപ്പോൾ എഴയാ, അതെനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല.
അതുകൊണ്ട് തന്നെയാ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ ഞാൻ ചേച്ചിയോടൊക്കെ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അലീന ചേച്ചിയോടുള്ള ദേഷ്യം കാരണം പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് അവർ പോവായിരുന്നല്ലോ. ഒറ്റാഴ്ച തേക്കുന്നതിന് മുമ്പേ അവർ തിരികെ വന്നു എന്ന് പറയാണ്. ശരി അമ്മേ, ഞാൻ പഠിക്കാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അകത്തേക്ക് പോയിട്ട് വാതിലടച്ച് അവളിരുന്ന് പഠിക്കാണ്. വൈജയ്ക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം അലീന പറഞ്ഞൊക്കെ സത്യമായിരുന്നു. അവളുടെ സ്വഭാവം തീരെ ശരിയല്ല, ബബിതയുടെ പോക്ക് ശരിയല്ല എന്നാണല്ലോ അലീന പറഞ്ഞത്. അപ്പം അതെല്ലാം സത്യമായിരുന്നു എന്ന് ഇവളും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിൽ വൈജ പോയി കിടക്കാണ്. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. വൈജയ്ക്ക് കിടന്നിട്ട് ഉറക്കവേ വരുന്നില്ല കേട്ടോ. ബബിതയുടെ കാര്യങ്ങൾ ഓർത്തിട്ട് ഇവർ തമ്മിൽ പല സ്ഥലങ്ങളും പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കാണുമോ, ഇനി ബബിതയ്ക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഓർത്ത് വൈജയ്ക്ക് ആകെപ്പാട് ടെൻഷനാണ്. പണ്ട് താനും ഇതുപോലൊരു അബദ്ധം സംഭവിച്ചതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ കിടന്നിങ്ങനെ അനുഭവിക്കുന്നതൊക്കെ. വൈജയുടെ മനസ്സിൽ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമൊന്നറിയാണ്. ബബിതയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. വൈജ ഫോണിൽ നോക്കുമ്പം 1 മണിയായിട്ടോ. സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഈ സമയമാകുമ്പം ബാലേന്ദ്രനും ബാക്കി എല്ലാവരും ഉറക്കായിരിക്കും. അവളോട് പോയിട്ട് സ്വസ്ഥമായി സംസാരിക്കാം. എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ 2 പൊട്ടിക്കുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ ഡോറ് തുറന്ന് ബബിതയുടെ മുറിയിലേക്ക് ചെല്ലാണ്. ബബിതയുടെ ഡോറിന് ലോക്ക് ഇട്ടിട്ടില്ല കേട്ടോ. വൈജ പോയി തുറക്കുമ്പോഴേക്കും ഡോർ തുറന്നു വരാണ്. നോക്കുമ്പം അവിടെ ആ മുടിയനും ഉണ്ട്, ബബിതയുണ്ട്. 2 പേരോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരിക്കും. ഇത് കണ്ട് വൈജ ഞെട്ടി വിറച്ച് പോകുന്നുണ്ട്. എടി എന്ന് വിളിച്ച് ബബിത എന്ന് വിളിച്ച് അലറുകയാണ് വൈജ. വൈജയെ കണ്ടപാടെ 2 പേരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് 2 പേർക്കും അറിയില്ല കേട്ടോ. വാതിക്കെ നിൽക്കുകയല്ലേ. നീ എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് ബബിതനെ തലങ്ങും വിലങ്ങും തല്ലാണ് വൈജ. ഈ സമയം കൊണ്ട് തന്നെ അമൽ ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണയും അലീനയും അതുപോലെ ബാലചന്ദ്രനും താഴേക്ക് ഇറങ്ങി വരികയാണ് എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പോഴായിരിക്കും മുറിയിൽ വൈജയാണെങ്കിൽ ബബിതനെ പിടിച്ചിട്ട് തല്ലുന്നത് കാണുന്നത്. അമ്മേ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമ്മളൊന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അലീന പിന്നെ അടുത്തേക്ക് പോകുന്നില്ല കേട്ടോ, പേടിച്ചിട്ട്. ബാലേന്ദ്രനും മാറി നിൽക്കുകയാണ്. അമ്മേ എന്താ അമ്മയെ കാണിക്കുന്നേ, എന്താ പ്രശ്നം, അമ്മ എന്തിനാ ചേച്ചി തല്ലുന്നേ എന്ന് ചോദിക്കുകയാണ്. വൈജയ്ക്ക് ഒന്നും മിണ്ടാനില്ല. കാരണം തൻ്റെ വളർത്തുദോഷം കൊണ്ടാണ് കുട്ടികൾ വഴിപഴിച്ചു പോയെന്ന് ബാലനും പറഞ്ഞു, രോഹിയും പറഞ്ഞു, കൃഷ്ണയെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ വന്നു കയറിയ അലീന പോലും പറഞ്ഞു. അപ്പം പിന്നെ ഇപ്പോൾ ഈ സംഭവം പറഞ്ഞാലും താൻ കാരണമാണെന്നല്ലേ പറയുള്ളൂ. പെട്ടെന്നാണ് പുറത്തുനിന്ന് ബൈക്ക് എടുത്ത് പോണ സൗണ്ട് കേൾക്കുന്നത്. അലീന വാതിക്കെ പോയി നോക്കുമ്പം അത് അമലായിരിക്കും. അച്ഛാ, അതവനാ അമല്. ആഹാ, ആ മുടിയൻ ഇന്ന് വന്നോ? അമ്മയോട് ഞാൻ നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഒരു മുടിയന്റെ കാര്യം, ചേച്ചിയുടെ ലവറിനെ പറ്റി? അവനാ വന്നിട്ട് പോയത്. അപ്പോൾ അമ്മയും കണ്ടല്ലേ എന്ന് ചോദിക്കാണ്. വൈജ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും പോയിട്ട് ബബിതനെ തലങ്ങും വിലങ്ങും കുറെ തല്ലാണ്. എന്താടി നിന്റെയൊക്കെ ഉദ്ദേശം? പാതിരാത്രി കണ്ടവനെ വീട്ടിൽ കെട്ടി വിളിച്ചിരിക്കുക, നാണം കിട്ടവള് എന്നൊക്കെ പറഞ്ഞ് കുറെ തല്ലുന്നുണ്ട്. അപ്പോഴേക്കും ബബിത അമ്മ എന്നോട് ക്ഷമിക്ക്, ഞാനിത് ചെയ്യില്ല, അറിയാതെ സംഭവിച്ചു പോയതാ എന്നൊക്കെ പറയുമ്പം ഇതറിയാതെ സംഭവിച്ചല്ലോ, പലതവണയായിട്ട് ഇത് സംഭവിക്കല്ലേ. അന്ന് ഹരി നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ഇവന്റെ കൂടെ പോയതുകൊണ്ടല്ലേ. നിങ്ങൾ പല സ്ഥലങ്ങളിൽ താമസിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഈ വീട്ടിൽ പോലും നീ അവനെ വിളിച്ചു കയറ്റിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വൈജ വീണ്ടും വീണ്ടും അവളെ തല്ലാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ആ മുറിയിലേക്ക് കയറുന്നുണ്ട്. ബബിതേ, എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഈ കണ്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാണ്. അവനുമായിട്ട് നീ എത്ര കാലമായി തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുമ്പം ബബിത 1.5 വർഷമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10-16 വയസ്സുള്ളപ്പോഴേ നീ സ്റ്റാർട്ട് ചെയ്തല്ലേ. നിനക്ക് അവൻ ആരാണെന്നോ എന്താണെന്നോ എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാണ്. ഒന്നും അറിയുന്നില്ലെന്ന് എനിക്കറിയാം. അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഭൂലോക പിഴയാണെന്ന്. കൃഷ്ണ പറയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. മദ്യപാനവും മയക്കുമരുന്നും അവനില്ലാത്ത സംഭവമൊന്നും അവന്റെ കയ്യിലില്ല. ചേച്ചി മാത്രമല്ല, അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി ഒന്നും വിശ്വസിക്കില്ല. ചേച്ചി പറയുന്നത് അവന് ചേച്ചിയെ ജീവനാണെന്നാ. പക്ഷെ അതൊന്നല്ല സത്യമെന്ന് ചേച്ചി മനസ്സിലാക്കുന്നില്ല. കുറെ തവണ ഞാനും അലീന ചേച്ചി ഒക്കെ പറഞ്ഞതാ. പക്ഷെ തലേ കയറണ്ടേ, മനുവേട്ടൻ പോലും വന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്.
കേട്ടോടി, നിന്നെക്കാട്ടിലും എത്ര വയസ്സിനുള്ളതാ അവള്? അവൾക്കുള്ള ബോധം പോലും നിനക്കില്ലല്ലോ. അതെങ്ങനാ? തള്ളയുടെ പോലെയല്ലേ മോളും ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പം വൈദ്യ ചോദിക്കാണ്, അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ പറഞ്ഞത്? എന്താ ചെയ്തെന്നേ പുറകോട്ടം തിരിഞ്ഞു നോക്കിയാ നിനക്ക് മനസ്സിലാകും. പണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ നീയും. അതേ പാത തന്നെയാ നിന്റെ മകളും പിന്തുടരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജ ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അവളോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് പുറത്തിറങ്ങി നിൽക്കടി എന്ന് പറയാണ്. അപ്പോഴേക്കും ബബിത കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. വൈജ നല്ല തല്ലു കൊടുത്തുട്ടോ, ശരി അടി കൊടുത്തു. അച്ഛാ തല്ലല്ലേ അച്ഛാ, സത്യമായിട്ടും ഞാനൊന്നും ചെയ്യില്ല. ഞാൻ എന്തിനാ നിന്നെ തല്ലിയിട്ട്? എന്നിട്ട് നീ നന്നാവോ? ഒരിക്കലും ഇല്ല. നിന്നെ നന്നാക്കണമെങ്കിൽ നിന്റെ തള്ള വിചാരിക്കണം, അല്ലാതെ ഞാൻ ഇനി അടിച്ചിട്ടേ ഒന്നും പ്രയോജനമില്ല. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. നിന്റെ ആ ഫോണിങ്ങിതാ എന്ന് പറയാണ്. അച്ഛാ അത് എന്ന് പറയുമ്പം മര്യാദയ്ക്ക് ഫോണിങ്ങി താടി എന്ന് പറയുന്നുണ്ട്. ആ ഫോൺ അവൾ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാണ്. ഇനി ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ, നിനക്കിനി ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. കോളേജിലേക്ക് പോകുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഫോണിൻ്റെ ആവശ്യമില്ല പഠിക്കാൻ, പുസ്തകമൊക്കെ ഉണ്ടല്ലോ, എടുത്തു വെച്ച് പഠിച്ചോ എന്ന് പറയുന്നുണ്ട്. ഫോണും കൊണ്ട് അങ്ങനെ ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ്. വൈജ അവളെ രൂക്ഷമായി നോക്കിയിട്ട്, എന്താ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാടി. നിന്റെ ഈ ഒരു സ്വഭാവമൊക്കെ മാറ്റാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. നീ കരുതിയിരുന്നോ നീ ഇനി ഇവിടെ കിടന്ന് പെടാൻ പോണതേ ഉള്ളൂ. നിന്റെയൊക്കെ അഹങ്കാരത്തിന് ഞാൻ തീർന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. അപ്പോഴാണ് അലീന പറഞ്ഞൊരു കാര്യം അവൾ ഓർക്കുന്നത്. ഞാനല്ല മേഡം വഴിപഴിച്ചത്, മേഡത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അതുമോർത്ത് വൈജ സങ്കടപ്പെട്ടുകൊണ്ട് കയറി പോകുന്നുണ്ട്. ഈ സമയം ബബിത അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കായിരിക്കും. അലീനെ കൊണ്ട് ചോദിക്കുകയാണ്, നീ ആലടി ഈ സമയത്ത് അമ്മയെ വിളിച്ചുണർത്തി വിട്ടത്? അലീന പറയുന്നുണ്ട്, രാത്രി നിന്റെ ഏതൊക്കെ കാമുകന്മാർ വരുന്നുണ്ടെന്ന് അന്വേഷിക്കലല്ല എന്റെ പണി, ഞാൻ ഉറക്കായിരുന്നു. നിന്റെ കാമുകൻ എപ്പോഴാ വരുന്നെന്ന് ആലോചിച്ചിരിക്കലല്ലോ എന്റെ ജോലി. ഞാൻ കിടന്നുറങ്ങിയതാ. നിന്റെ അമ്മ വന്നത് എന്റെ കുറ്റമാണോ എന്ന് ചോദിക്കാണ്. എന്നെ കുറ്റപ്പെടുത്താതെ സ്വന്തം കാര്യം നോക്കി പോയി ഇന്ന് പഠിക്കാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് അലീനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കൃഷ്ണ പറയാണ്, കഷ്ടം, എത്ര പറഞ്ഞാലും ഒരു നാണം ഇല്ലല്ലോ. അച്ഛനും അമ്മയും എല്ലാം പിടിച്ചില്ലേ, ഇനിയിപ്പോ നാണം കെട്ടിങ്ങനെ നിൽക്കുക ഛേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. വൈജ മുറി പോയിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. തന്റെ മകൻ രോഹിത് ആണെങ്കിലോ ആ രീതിക്ക് പോയി, മകളാണെങ്കിലോ ഇപ്പൊ ഈ രീതിക്ക്, ഭർത്താവാണെങ്കിലോ വേറെ പെണ്ണെ കൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം ഓർത്ത് വൈജ ഭയങ്കര സങ്കടപ്പെടുകയാണ്. എന്നിട്ട് ബാലൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർത്തു നോക്കാണ്. തള്ളയുടെ അതേ സ്വഭാവം തന്നെ ആ മകൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലൊരു അവിഹിതം തനിക്ക് ഉണ്ടെന്നല്ലേ അയാൾ പറഞ്ഞത്? എന്തുദ്ദേശത്തിലായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് വൈജ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോള് പറഞ്ഞ കാര്യങ്ങളെ ഓർക്കാണ്. ഇവന്റെ കൂടെ പല സ്ഥലങ്ങളിലേക്കും അവള് പോയി എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ രാത്രി വന്നപ്പോൾ പോലും ആ ഒരു ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെല്ലാം ഓർത്ത് വൈജ ആകെപ്പാട് ടെൻഷൻ ആവുകയാണ്. ഇനി തനിക്ക് പണ്ട് സംഭവിച്ച പോലെ തനിക്കും തന്റെ മകൾക്കും എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ എന്ന് ഓർത്ത് പേടിച്ചാണ് വൈജ നിൽക്കുന്നത്. രാവിലെ തന്നെ അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് വൈജ ആലോചിക്കുന്നുണ്ട്. ബബിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വൈജ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അലീനയും ഇതെല്ലാം ഓർത്ത് വിഷമിച്ചുകൊണ്ട് മുറിയിൽ പോയി കിടക്കാണ്. കുടുംബം ആകെപ്പാടെ ചിന്നിച്ചിറന്ന് നിൽക്കുകയാണല്ലോ. വൈജ ഒരു സ്ഥലത്ത്, അച്ഛനൊരു സ്ഥലത്ത്, മക്കൾ രണ്ടും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ പരിപാടിയും കാണിച്ച് നടക്കല്ലേ. അതെല്ലാം ഓർത്ത് ആകെപ്പാട് ദുഃഖത്തില് അവളും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാകാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.